ഹലോ ഗൈസ്, നമ്മളിത് ചിക്കുമ്മയുടെ ബർത്ത്ഡേ കൂടാൻ വേണ്ടി പൊക്കോണ്ടിരിക്കുകയാണ്. കുഞ്ഞു നോക്കിയപ്പം അവൾക്ക് പ്രിയപ്പെട്ടവരൊക്കെ തന്നെ ബസ്സിലുണ്ട്. അതുകൊണ്ട് തന്നെ ആരുടെ കൂടെ ഇരിക്കണം എന്നുള്ള വൻ കൺഫ്യൂഷനിലാണ് പുള്ളിക്കാരി. ആദ്യം കുറെ നേരം പപ്പാടെ കയ്യിലായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേന് ചാടി അങ്ങ് ആന്റിപ്പെണ്ണിന്റെ അടുത്ത് പോയി. കുറച്ചു നേരം അവിടെ ഇരുന്ന് കാഴ്ചയൊക്കെ കണ്ടിട്ട് വീണ്ടും തിരിച്ച് പപ്പാടെ അടുത്ത് വന്നു. കുറച്ചു നേരം പപ്പായെ ചവിട്ടി അങ്ങ് മെതിച്ചു. അങ്ങനെ നിന്നപ്പോഴാണ് കുഞ്ഞവളുടെ ബീബിയെ കണ്ടത്, അതായത് മോനുചേട്ടന്റെ അമ്മയെ. കുറച്ചു നേരം പിന്നെ അമ്മയുടെ അടുത്ത് പോയിരുന്നു. വീണ്ടും പിന്നെ തിരിച്ച് മോനുചേട്ടന്റെ അടുത്ത് വന്നു. ബസ് ഇറങ്ങി കുറച്ചു നേരം കാത്തു നിൽക്കണമായിരുന്നു. ആ സമയം കൊണ്ട് ഒരു ചായയും കടിയും കഴിച്ചു. അപ്പോഴേക്കും ചിക്കുമ്മയും ചിക്കുമ്മയുടെ പപ്പായും കൂടെ കാറും കൊണ്ട് വന്നു. രണ്ടും കൂടെ ഭയങ്കര സ്നേഹത്തിലാണോ എന്ന് തെറ്റിദ്ധരിക്കണ്ട. രണ്ടുപേരും ഇങ്ങനെ കാണാതിരുന്ന് കാണുമ്പോ ഭയങ്കര സ്നേഹമാ. കുറെ കഴിയുമ്പോ മുട്ടനടിയാകും കേട്ടോ. അങ്ങനെ നമ്മൾ ചെന്നപ്പോ തൊട്ട് രണ്ടുപേരും ഭയങ്കര കളിയും ചിരിയും സന്തോഷവുമായിരുന്നു. കളിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് രണ്ടുപേരെയും പിടിച്ച് കുളിപ്പിച്ച് ഡ്രസ്സൊക്കെ മാറ്റി. ബർത്ത്ഡേക്ക് പിങ്ക് തീമായിരുന്നു. ഇതൊന്നും അറിയാതെയാണ് ഞാൻ കുഞ്ഞിനെ പിങ്ക് പെന്നിന് ഇടിപ്പിച്ചത്. എന്തായാലും മൊത്തത്തിലൊരു പിങ്ക് മയം. കേക്ക് മുറിക്കാൻ ഇനി സമയമുണ്ടെന്ന് പറഞ്ഞപ്പം അവിടെ അടുത്തൊരു കനാലുണ്ട്, എങ്കിൽ പിന്നെ പോയൊന്ന് കണ്ടേക്കാന്ന് വിചാരിച്ചു. ചേച്ചി പെണ്ണിന്റെ അടുത്ത് കളിച്ചോണ്ടിരുന്ന കുഞ്ഞിനെ വലിച്ചെടുത്തോണ്ട് വരാൻ കുറച്ച് പാടുപെട്ട് കേട്ടോ. എടുത്തോണ്ട് പോകുന്നത് മറ്റൊന്നും കൊണ്ടല്ല, എന്നെ മോനിച്ചേട്ടനെയൊക്കെ ഒരുമിച്ച് കാണാതാവുമ്പോ ചിലപ്പോ കരയാനുള്ള സാധ്യതയുണ്ട്, അതുകൊണ്ടാണ്. അപ്പതേ ഇതാണ് കേട്ടോ സ്ഥലം. ഈ ഒരു പാലത്തിന്റെ അടിയിൽ നിറയെ വെള്ളമാണ്. ഈ ഒരു പാലത്തിലൂടെ നമുക്ക് അങ്ങ് അറ്റം വരെ നടക്കാൻ പറ്റും. ഒരു പ്രത്യേക വൈബാണ് ഈ വെള്ളവും കണ്ട് അങ്ങ് അറ്റം വരെ നടക്കുന്നത്. നമ്മൾ കുറെ നേരം അതിൽ കൂടെ നടന്ന് വീഡിയോയും ഫോട്ടോയും ഒക്കെ എടുത്ത് വെള്ളവും കണ്ട് തിരികെ ഇങ്ങു പോന്നു. നമ്മൾ വീട്ടിലെത്തിയപ്പോഴത്തേനും കേക്ക് മുറിക്കാറായിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുഞ്ഞും ചേച്ചിയും അച്ചാച്ചനും കൂടെ കേക്ക് മുറിച്ചു. കുഞ്ഞിന്റെ 3ാമത്തെ ബർത്ത്ഡേ ആണിത്. വേറൊരു രസവും കൂടി ഇവിടെ നടന്നു. എന്താണെന്നല്ലേ, സ്വന്തം ബർത്ത്ഡേക്ക് കരഞ്ഞു പോയി ബഹളം വെച്ച നമ്മുടെ കുഞ്ഞ് ചേച്ചി പെണ്ണിന്റെ കേക്ക് കട്ടിഞ്ഞ് കഴിഞ്ഞപ്പോ തൊട്ട് അതിന്റെ കീഴിൽ നിന്ന് മാറിയിട്ടില്ല. പുള്ളിക്കാരിക്ക് ഒന്ന് മുറിച്ചാ കൊള്ളാന്നുണ്ടായിരുന്നു. മുറിക്കല് നടന്നില്ലെങ്കിലും ഒരു സൈഡിൽ നിന്നോണ്ട് മാന്തി എടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കേക്ക് കട്ടിങ്ങും കഴിഞ്ഞ് ഫുഡും കഴിച്ച് യാത്രയൊക്കെ പറഞ്ഞ് മെല്ലെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഇതാണ് കേട്ടോ നമ്മൾ വാങ്ങിയ ഡ്രസ്സും ചെരുപ്പും. അപ്പൊ എത്ര ഉള്ളു, ബൈ.